ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സീരിയൽ സെറ്റില് നായകന്റെ വികിളകി നായികയുടെ മുഖത്ത് വീണ് നായിക ബോധം കെട്ടെന്നാ. അയ്യോ, ഇത് ഏത് സീരിയല്? ആ ഒരു രാത്രിയുടെ അങ്ങനെ കടന്നുപോയി അല്ലേടാ. എനിക്കുവേ നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു. മനുഷ്യനല്ലേ, കൊല്ലാൻ മടിയില്ലാത്തവനാണെങ്കിലും ഇടയ്ക്കൊന്ന് ചിന്തിക്കില്ലേ? അവൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അതൊന്നും പറഞ്ഞ ആശ്വാസം ഒന്നും കൊള്ളണ്ട. അവനെപ്പോഴും അങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ വട്ടനാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ കൊല ചിരിച്ചിരിക്കും. മക്കളെ, നീ എന്തായാലും പുറത്തിറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ജനിച്ച എല്ലാരും മരിക്കുമല്ലോ അമ്മാവ. മരണം വരാനുണ്ടെന്ന് കരുതി ആരും അവരവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കില്ലല്ലോ. മോളെ, അല്ല താരെ സുജാത എഴുന്നേറ്റാ? എഴുന്നേറ്റു. ജ്യോതിയുടെ വീട്ടിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാം. എന്തുപറ്റി പെട്ടെന്ന്? അറിയില്ല. അല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആർക്കറിയാം? അല്ല മനുവിന്റെ അച്ഛനാണല്ലോ അവിടുത്തെ അമ്മ. അല്ല, മറ്റേ മനുവിന്റെ കേസ് നടക്കുമ്പോ ജീവൻ അവിടെ ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. എന്നാ പിന്നെ സംശയിക്കണ്ട. ജീവനെ കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് അതിനെ കുറിച്ച് പറയാനാവും. എടോ, ഭാർഗവൻ സാറ് വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. നമ്മളോട് രണ്ടുപേരോടും അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്നാ എനിക്ക് കാര്യം മനസ്സിലായി. എന്തുവാ? ജീവൻ അവിടെ ചെന്നിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി കൃഷിഭൂമി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരിക്കും വിളിക്കാം. അത്രയ്ക്ക് നമ്മുടെ ചിന്ത പോയില്ലല്ലോടാ. ഇനി അങ്ങനെ എന്തെങ്കിലും ആവൂ? അല്ല, ഭാർഗവൻ സാറിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. ഇനിയിപ്പോ പറയാനും പറ്റില്ല. എടോ, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ജീവിതം പിന്നെയും ദുരിതത്തിലാവാണ് അല്ലേ ഹരി? ഞാനും അമ്മയും ചുമക്കേണ്ട ഭാരം ഇപ്പൊ ഹരി കൂടി. എടോ, ഞാൻ തന്റെ ആരാ? തന്റെ ഭർത്താവല്ലേ? നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ പ്രശ്നം തന്റെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മുടെ പ്രശ്നമാ. മോളെ, ഒത്തുപിടിച്ച് നേടാൻ തീരുമാനിച്ച ഇതൊന്നും പിന്നെ കാര്യമല്ല. വിളിച്ച സ്ഥിതിക്ക് എന്തായാലും ഭാർഗവം വിളിച്ചത് എന്തിനാണെന്നൊന്ന് അന്വേഷിച്ചിട്ട് വാ. ചെല്ല്. മധുര നൊമ്പരക്കാറ്റ്